നമസ്കാരം. രാജ്യത്ത് വലിയ കോളിളക്കങ്ങളിലേക്ക് നടന്നു നീങ്ങുകയാണ് ഇപ്പോൾ നോട്ട് വിവാദം. ഈ കേസുമായി ബന്ധപ്പെട്ട് രാജ്യസഭാ ചെയർമാന്റെ നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കിയിരിക്കുന്നത്. രാജ്യസഭയിൽ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും നോട്ടുകെട്ട് കണ്ടെത്തിയെന്നും അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചുവെന്നുള്ള രാജ്യസഭാ ചെയർമാന്റെ പ്രതികരണമാണ് ഇപ്പോൾ വലിയൊരു വിവാദത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. രാജ്യസഭയിലെ തെലങ്കാനയിൽ നിന്നുള്ള MP അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിൽ നിന്നാണ് നോട്ടുകെട്ട് കണ്ടെത്തിയത്. എന്നാൽ കോൺഗ്രസ് MPയെ അറിയിക്കുന്നതിന് മുൻപേ തന്നെ സീറ്റ് നമ്പർ 222 എന്നും ആ സീറ്റ് ഉപയോഗിക്കുന്നത് അഭിഷേക് മനു സിംഗ്വി ആണെന്നും വെളിപ്പെടുത്തിയുള്ള രാജ്യസഭാ ചെയർമാന്റെ വാക്കുകൾ പലർക്കും ആശ്ചര്യമാണ് ഉണ്ടാക്കിയത്. ഇത് തീർത്തും വളരെയധികം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന ആ ഒരു ആശങ്ക അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണത്തിന്റെ ആവശ്യകത അഭിഷേക് മനു സിംഗ്വി ആവർത്തിച്ച് ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഇപ്പോൾ ആളുകൾക്ക് ഏതെങ്കിലും സീറ്റിൽ ഇത്തരത്തിൽ സാധനങ്ങൾ വെക്കുവാൻ കഴിയുമെങ്കിൽ അത് സുരക്ഷയെക്കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുമെന്നും കോൺഗ്രസ് MP വിമർശിക്കുകയാണ്. അഭിഷേക് മനു സിംഗ്വി ഒരു സാധാരണ MP അല്ല. അദ്ദേഹം സുപ്രീം കോടതിയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന, അതും ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കേസുകൾ വാദിക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. സുരക്ഷാ ഏജൻസികളുടെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും തുറന്നു കാട്ടണമെന്ന ആവശ്യവും കോൺഗ്രസിന്റെ ഈ MP വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ സഭയിൽ തുറന്നടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് MPയെ പൂട്ടാനായിട്ട് കെണിയൊരുക്കിയത് അത് ആരാണെങ്കിലും ഇപ്പോൾ അവർ തന്നെ ആ കെണിയിൽ, ആ ആരോപണ വിധേയർ തന്നെ ആ കെണിയിൽ വീഴുമെന്ന് ഇതിലൂടെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. കാരണം ഇവിടെ ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ അഭിഷേക് മനു സിംഗ്വിയുടെ പേര് പരാമർശിച്ചതിന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെയാണ് ആദ്യം തന്നെ വിമർശനം ഉന്നയിച്ചത്. ഇതോടെയാണ് ഈ വിവാദം മറ്റൊരു തലത്തിലേക്ക് വഴിമാറ്റപ്പെട്ടത്. അതായത് ഒരു വിഷയമുണ്ടായി അത് അന്വേഷണത്തിൽ ഇരിക്കുമ്പോൾ അതിൽ ഒരു അംഗത്തിൻ്റെയും പേര് പരാമർശിക്കേണ്ടതില്ല എന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു അവകാശമാണ്. അതോടൊപ്പം തന്നെയാണ് ആരോപണ വിധേയർക്കും ചില അവകാശങ്ങൾ നിയമസംഹിത ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് അടിവരയിട്ട് പറയുന്നത് തന്നെ, അതും രാജ്യത്തെ രാജ്യസഭാ തലവനാണ് എന്നത് മറക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ അത് തീർച്ചയായിട്ടും അപക്വമാണെന്നും ഖാർഗെ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്ന് ഉറപ്പുവരുത്തി വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് താൻ പ്രവർത്തിച്ചതെന്ന് ഖർഗെയോട് പ്രതികരിച്ച രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ വ്യക്തമാക്കുകയും ചെയ്തു. ഈ നോട്ട് വിവാദ വിഷയത്തിൽ ആരോപിതനായ രാജ്യസഭാ അംഗം സഭയിൽ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാൻ താൻ ശ്രമിച്ചതിനപ്പുറം ഇതിൽ എന്തെങ്കിലും അനുമാനങ്ങൾ ഉണ്ടാക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല എന്നും ധൻകർ പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ ഈ വിവാദം കത്തിപ്പറന്നതോടുകൂടി കോൺഗ്രസ് ഇതുവരെ ഈ വിഷയം ക്ഷമിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. പതിവായി നടക്കുന്ന അട്ടിമറി വിരുദ്ധ പരിശോധനയ്ക്കിടെ അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിൽ നിന്ന് അതും ഒരു വലിയ കറൻസി നോട്ടുകെട്ട് കണ്ടെത്തിയെന്നാണ് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ പറഞ്ഞത്. രാജ്യസഭയിൽ പോകുമ്പോൾ 500 രൂപയുടെ നോട്ട് മാത്രം കൊണ്ടുപോകുന്ന ഒരാളുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും വലിയ നോട്ടുകെട്ടുകൾ കിട്ടിയത് എന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും കളിച്ചിരിക്കുന്നത് വെറും സാധാരണക്കാരനായിട്ടുള്ള ഒരു MPയോടല്ല, രാജ്യം തന്നെ വളരെയധികം ബഹുമാനിക്കുന്ന, അതും രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ സുപ്രീം കോടതി അഭിഭാഷകനോടാണ്. BJPയുടെയും അതോടൊപ്പം തന്നെ രാജ്യസഭാ അധ്യക്ഷന്റെയും നീക്കങ്ങൾ പൊളിഞ്ഞു വീണുവെന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങളുടെ എല്ലാം തന്നെ പോക്കെന്ന് പറയേണ്ടതായിട്ട് വരും. ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു കേസ് അത് ഏറ്റെടുക്കുമ്പോൾ ഇവിടെ മറുവശത്ത് ആരോടാണ് കളിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും BJP ഓർക്കേണ്ടതായിരുന്നു. എന്തായാലും രാജ്യസഭയിൽ CCTV ക്യാമറ വിഷ്വൽസ് ഉണ്ട്. CCTV ക്യാമറ ഫുട്ടേജ് അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഒടുവിൽ സത്യം തെളിഞ്ഞു വരും. ഒരുപക്ഷെ BJPക്ക് ഏൽപ്പിക്കുന്ന കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഈ തെളിവ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.